ആള് പുതിയതായിട്ടാണ് രാഷ്ട്രീയത്തിലോട്ട് വരുന്നത്. ജയിക്കില്ല. കോൺഗ്രസിന്റെ കോട്ടയാണ്. പുതിയതായിട്ട് വരുന്ന ഒരാളാണ്. അപ്പൊ ആള് ജയിക്കാനുള്ള എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ ചേട്ടൻ? ഒരു സാധ്യതയില്ല. ഇവിടെ എൻഡിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണം അഖിൽമാരാര് ജയിക്കാൻ സാധ്യത ഉണ്ടോ ഇവിടെ തൃക്കാക്കര മണ്ഡലത്തിൽ? എന്റെ അഭിപ്രായത്തിൽ സാധ്യതയില്ല. അപ്പൊ ആൾക്ക് ആരും വോട്ട് ചെയ്യില്ലെന്ന് തന്നെയാണ് പറയുന്നത്? അതോ ആളെ ഇഷ്ടപ്പെടുന്നവർ വോട്ട് ചെയ്യും, അല്ലാത്തവർ ഗ്ലാമറൊക്കെയാണ് വോട്ട് ചെയ്യണത്. ഓരോരുത്തരുടെ മൗലികാവകാശം നോക്കി വോട്ട് ചെയ്യും. വേറെ ആര് വന്നാലും അതും ജയിക്കൂല. എല്ലാവർക്കും മല്ലു എന്റർടൈൻമെന്റ്സിന്റെ പബ്ലിക് റെസ്പോൺസായിട്ട് സ്വാഗതമുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് തൃക്കാക്കരയിലാണ്. തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന നമ്മുടെ അഖിൽ മാരാരാണ്, നിലപാടിന്റെ സിംഹം എന്നൊക്കെ പറയുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആൾക്കാരുടെ ജനങ്ങളോടൊക്കെ ചോദിച്ചു നോക്കാം, ആൾ ജയിക്കോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഓട്ടക്കാരുടെ മറ്റു ചേട്ടന്മാരുടെ ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ റെസ്പോൺസ് എടുക്കാണ്ട് നമ്മുടെ ഓട്ടച്ചേട്ടന്മാരുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ ചേട്ടാ, സംഭവിച്ചാൽ നമ്മുടെ അഖിൽമാരാര് ഇപ്പൊ എൻഡിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുക. അപ്പൊ ആള് പറയുന്നത് വെച്ചാൽ നിലപാടിന്റെ രാജകുമാരൻ എന്നാണ് ആള് പറയുന്നത്. അപ്പൊ ചേട്ടൻ എന്ത് പറയുന്നു, ആള് ജയിക്കുവോ നമ്മുടെ തൃക്കാക്കരയില്? ബിഗ് ബോസ് അല്ലേ? അതെ ഷോ അല്ലേ? അതെ കർഷം വേറെയാണ്. അപ്പൊ ആള് പുതിയതായിട്ട് വരുന്ന ഒരാളാണ്. അപ്പൊ ആള് ജയിക്കാനുള്ള എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ ചേട്ടൻ? ഒരു സാധ്യതയില്ല. ഇപ്പൊ പറയാനായിട്ട് കാരണം ഞാൻ പറഞ്ഞത് റിയാലിറ്റി ഷോ അല്ലല്ലോ, ഇലക്ഷൻ അല്ലേ? അപ്പൊ ഓക്കെ, ഇപ്പൊ ജയിക്കില്ല എന്നാണ് തന്നെ പറയുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, വേറെ അഖിൽമാരെ കുറിച്ച് വേറെ എന്തെങ്കിലും കാര്യങ്ങളോ വല്ലോ പറയാനുണ്ടോ? കണ്ടിട്ടൊന്നുമില്ല. ആളെ പറ്റൊന്നും പറയാനില്ല. ജയിക്കൂല, റിയാലിറ്റി ഷോ അല്ലാന്ന് പറയുക, ഇലക്ഷൻ അല്ലേ? അതെ, ആണല്ലേ? ഇവിടെ ഉമാ തോമസ് മാത്രമേ ആണല്ലേ? ഇപ്പൊ ആള് പറയുന്നത് വെച്ചാൽ ആളുടെ ബിഗ് ബോസ് കണ്ടവർക്ക് അറിയാം ആള് എത്ര ഇഷ്ടമുള്ളവരാണ്. ആളെയൊക്കെ കുറെ TV ചാനലിലൊക്കെ വന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇവിടെ കോൺഗ്രസിന്റെ കോട്ടയാണ്. ആണല്ലേ? പാർട്ടിപരമായിട്ട് നോക്കുകയാണെങ്കിൽ ജയിക്കാൻ സാധ്യതയില്ല. ജയിക്കില്ല. വേറെ അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് വേറെ എന്തെങ്കിലും അറിയാവോ, അങ്ങനെ കാര്യങ്ങളോ? ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട്. പറ്റിയ അങ്ങനെ ഉള്ള ഇതുള്ളൂ. ഇവിടെ നിലം തൊടുമില്ല. ഇപ്പൊ ആളെ ഇപ്പൊ ഇഷ്ടമുള്ളവര് 25,000 ഭൂരിപക്ഷത്തിലാണ് ഉമയച്ചൻ. ഇപ്രാവശ്യം ചിലപ്പോ അതിനും കൂടുതലുണ്ടാവും എന്റെ ഒരു വിശ്വാസം. ആണല്ലേ? അപ്പൊ ഇവിടെ ഈ മണ്ഡലത്തില് നിക്കണതിന് അർത്ഥമില്ലെന്നാണ് പറയുന്നത് അല്ലേ? ഒരർത്ഥമില്ല. ചുമ്മാ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ LDFന്റെ സ്ഥാനാർത്ഥിയെ നിർത്തിയൊക്കെ വേണ്ട. നമ്മള് പേര് പോലും കേട്ടിട്ടില്ല അവരുടെ. ആരും കേട്ടിട്ടില്ല. നീ അറിയണം, ആരും അറിയില്ലാത്ത ഒരാള്. ആള് പുതിയതായിട്ടാണ് രാഷ്ട്രീയത്തിലോട്ട് വരുന്നത്. ജയിക്കില്ല. കോൺഗ്രസിന്റെ കോട്ടയാണ്. ആണല്ലേ? പിണറായിയുടെ പുള്ളിയുടെ നാട്ടിൽ ചെന്നാൽ പുള്ളി അല്ലാതെ വേറെ ആരെങ്കിലും ജയിക്കുമോ? അതെ, ജയിക്കും. വിജയൻ ജയിക്കും. ശരിയാണ്. സാധ്യതയില്ല. അപ്പൊ അങ്ങനെ പറയാൻ കാരണം നമുക്ക് പറയുകയാണെങ്കിൽ ഇത് പാരമ്പര്യമായിട്ട് ODFന്റെ മണ്ഡലമാണ്. പിന്നെ അയാൾക്ക് രാഷ്ട്രീയമായിട്ട് മുൻപരിചയമൊന്നുമില്ല. ഒരു സെലിബ്രിറ്റി ദർശനയ്ക്ക് മത്സരിപ്പിക്കുന്നുണ്ട്. അതെ, സാധ്യത വളരെ കുറവാണ്. ആണല്ലേ? ജയിക്കില്ലെന്ന് തന്നെയാണ് ഉറപ്പിച്ചത്? തീർച്ചയായിട്ടും. എൻഡിയുടെ സ്ഥാനാർത്ഥി എന്നല്ലേ ഉദ്ദേശിച്ചത്? ജയിക്കുമെന്നൊക്കെ ഒരു പറയാനൊന്നും നമുക്ക് സാധിക്കില്ല. ജയിക്കാൻ സാധ്യതയില്ലെന്നാണോ പറയുന്നത്? ജയിക്കാൻ സാധ്യതയില്ല. ഇപ്പൊ ചേട്ടൻ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും എപ്പിസോഡ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഷോ കണ്ടിട്ടുണ്ടോ, ബിഗ് ബോസ്? ഞാൻ ബിഗ് ബോസ് തന്നെ കാണാറില്ലാത്തൊരു വ്യക്തിയാണ്. കാണാറില്ല അല്ലെ? എന്നെ സ്നേഹിക്കുന്നവർ എന്നെ വോട്ട് ചെയ്യാതിരിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ആള് ഞാൻ അങ്ങനെ ടെലിവിഷനും സിനിമയൊന്നും അങ്ങനെ കാണാത്തൊരു വ്യക്തിയാണ്. ഇല്ലാത്ത വ്യക്തിയാണ്. അപ്പൊ അല്ല, അദ്ദേഹം പെട്ടെന്ന് പുതിയതായിട്ട് ഒരു രാഷ്ട്രീയത്തിലോട്ട് കയറിയ ആളാണ്. അപ്പൊ ജയിക്കാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് പറയുന്നത്. എല്ലാ മനസ്സുള്ളവർ വരട്ടെ, അതുകൊണ്ട് നല്ല കാര്യമില്ലേ? ആണല്ലേ? സാധ്യതയില്ലെന്നാണോ? ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ആണോ? അല്ല, അദ്ദേഹത്തിന്റെ റിയാലിറ്റി ഷോ കണ്ടിട്ടുണ്ടോ, ബിഗ് ബോസ് കണ്ടിട്ടുണ്ടോ ചേട്ടൻ? ബിഗ് ബോസ് കണ്ടിട്ടുണ്ട്. ബിഗ് ബോസിൽ അഭിനയിച്ചുകൊണ്ട് മാത്രം ആൾക്കാർ വോട്ട് ചെയ്യണമെന്നില്ല. ഇല്ല, അത് നേരാണ്. ഇപ്പൊ ഈ ഒരു മണ്ഡലത്തിൽ അദ്ദേഹം ജയിക്കുവാൻ സാധ്യത കുറവാണെന്ന് പറയുന്നു. സാധ്യത കുറവെന്ന് പറഞ്ഞാ അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം മാറ്റം എല്ലാരും ആവശ്യം, എല്ലാവർക്കും ഒരുപോലെയല്ലേ? ഒരുപോലെ. അപ്പൊ ആളെ സ്നേഹിക്കുന്നവരും ഉണ്ടാവും, ചിലപ്പോ ആൾക്ക് വേണ്ടി വോട്ട് ചെയ്യണതും ഉണ്ടാവും. അപ്പൊ ജയിക്കാനായിട്ടുള്ള ഒരു ഇത് എവിടെയെങ്കിലും കാണുന്നുണ്ടോ ചേട്ടൻ? അതോ ആള് ജയിക്കും തോന്നണില്ല? ഓക്കെ, ശരി. ഇപ്പൊ ആളുടെ ബിഗ് ബോസ് ഷോ ആണെങ്കിൽ ചേട്ടൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അപ്പൊ ആള് രാഷ്ട്രീയത്തിന്റെ പിന്നെ പുതിയൊരാളാണ്. അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ജയിക്കുവോ? ഇവിടെ ജയിക്കൂല. ഇവിടെ കാലങ്ങളായിട്ട് നിൽക്കണവര് തന്നെ ജയിച്ചു പോകുന്ന തന്നെയാണ്. ഓക്കെ, ഇവിടെ കുത്ത സീറ്റാണ്. UDFന്റെ. അപ്പൊ അവര് തന്നെയാണ് ആകാനാ സാധ്യത. ആണല്ലേ? അപ്പൊ ആള് വോട്ട് കിട്ടും അങ്ങനെ
പറയാനുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് 10-25,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പൊ അതേപോലെ ഈ പ്രാവശ്യം കിട്ടുമായിരിക്കാം, പറയാൻ പറ്റില്ല. പിന്നെ അവരോട് ആളുകളുടെ സമീപനം വെച്ച് ആയിരിക്കും സംഭവിക്കണത്. ആള് ജയിക്കാനായിട്ട് സാധ്യത പറയണില്ല, എന്നാ പോലും അല്ല, ഈ മറ്റേ ഉമാ തോമസ് ആണല്ലോ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. അപ്പൊ അവര് തന്നെ ജയിക്കാനാ സാധ്യത. അപ്പൊ അവരുടെ കുത്തക സീറ്റും കൂടിയാണിത്. അപ്പൊ ഭൂരിപക്ഷം ചിലപ്പോ ഇത്തിരി കുറയുമായിരിക്കും. ചിലപ്പോ ഇതിപ്പോ കോൺഗ്രസിന്റെ ഒരു കുത്തക സീറ്റാണ്. അവര് തന്നെയാണ് കെ ബാബു, ഇതിനു മുമ്പ് കെ ബാബു ആയിരുന്നു. അയാൾ 25 വർഷം ഇവിടെ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പി ടി തോമസ് ഇവിടെ വന്നത്. പി ടി തോമസ് വന്ന് പിന്നെ അയാൾ മരണപ്പെട്ട് കഴിഞ്ഞപ്പോ അയാളുടെ ഭാര്യ ഉമാ തോമസ്. ഇത് കഴിഞ്ഞ 5 വർഷം അവര് 5 വർഷം ആയില്ലെന്ന് തോന്നുന്നു. അതിനിടക്ക് MLA ആയിരുന്നപ്പോഴാണ് മരിച്ചതെന്ന് തോന്നുന്നു. അപ്പൊ അതിനിടക്ക് പിന്നെ ഇലക്ഷൻ വന്ന് അങ്ങനെ ഉമാ തോമസ് വന്ന് ജയിച്ചതന്നെ. അതാണ് സാധ്യത. പിന്നെ എങ്ങനെയാണ് ആളുകളുടെ മൈൻഡ് എങ്ങനെയാന്ന് വെച്ചാൽ മാറി പറഞ്ഞു പോയി. ഇവിടെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണം അഖിൽമാരാര് ജയിക്കാൻ സാധ്യത ഉണ്ടോ ഇവിടെ തൃക്കാക്കര മണ്ഡലത്തിൽ? എന്റെ അഭിപ്രായത്തിൽ സാധ്യതയില്ല. അപ്പൊ അത് പറയാൻ കാരണം ഇയാള് അത്ര അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനല്ല. ഇയാളെ ബിഗ് ബോസിൽ പോയി എന്തോ ഞാനത് കാണാറില്ല. അപ്പൊ അതില് എന്തോ പരിപാടി കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതൊരു സ്ഥാനാർത്ഥിയാകാനുള്ള ഒരു യോഗ്യത ഇല്ല. സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ പങ്കെടുത്ത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫൈറ്റ് ചെയ്ത് അങ്ങനെ ഉയർന്നു വന്ന ആൾക്കാർക്കൊക്കെയാണ് അതിനുള്ള യോഗ്യത ഉള്ളത്. അപ്പൊ ഇല്ല, ഞാനൊരു പൊതുപ്രവർത്തകനായിരുന്നു. എന്നാലും 10-50 കൊല്ലത്തെ പൊതുരംഗത്ത് പ്രവർത്തനമുണ്ട്. എന്നിട്ട് നമുക്ക് ആരും പിന്താങ്ങിയില്ല. കർഷക തൊഴിലാളി യൂണിയന്റെ ആളായിട്ട് ഞാൻ പ്രവർത്തനം 69-ല് കേരള സോഷ്യലിസ്റ്റ് യുവജന ഫെഡറേഷന്റെ ആളായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് തുടങ്ങി ഇത്ര കാലമായിട്ട് വർക്ക് ചെയ്തിട്ട് ഒരു പൊതുപ്രവർത്തന ആരും മൈൻഡ് ചെയ്യണില്ല. പിന്നെ ബിഗ് ബോസിൽ പരിപാടിയിൽ പങ്കെടുക്കും പറഞ്ഞാല് BJPക്ക് ആളില്ല, അത് ആരെ കിട്ടിയാലും എടുക്കും. പിന്നെ ഉണ്ണിമേരി വന്ന് അവർക്ക് ആളില്ല, അപ്പൊ ഉള്ള ആൾക്കാരെ എടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഫാൻസ് ആയിട്ട് നിൽക്കുന്നവരെ ഇപ്പൊ വോട്ട് ചെയ്യും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവർ വോട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതിപ്പോ എത്ര പേരെണ്ണോ പറയാൻ പറ്റില്ല. ഞാനത് കണ്ടല്ലോ, ഈ ബിഗ് ബോസ് ഞാൻ കാണാറില്ല. അതിന്റെ ഗുണവും ദോഷവും ഒന്നും നമുക്കറിയാൻ പാടില്ല. പിന്നെ TV-യിൽ പല പരിപാടിയും കാണിക്കണത് അങ്ങനെ കാണിക്കണം. അതിലൊന്നും പൊതുജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുമായിട്ട് ബന്ധമുള്ള പരിപാടിയൊന്നുമല്ല. അതുകൊണ്ട് അഖിൽമാരാരെ ഒന്നും നമ്മൾ അംഗീകരിക്കണം. അദ്ദേഹത്തിന്റെ റിയാലിറ്റി ഷോ മറ്റു കാര്യങ്ങളൊക്കെ വല്ലതും കണ്ടിട്ടുണ്ടോ? ബിഗ് ബോസ് കണ്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് എപ്പിസോഡിൽ എന്നെ സ്നേഹിക്കുന്നവര് എനിക്ക് വോട്ട് തരാണ്ടിരിക്കില്ല എന്നൊക്കെയാണ് പറയാൻ പറ്റില്ല. പരിപാടിക്ക് വന്ന് വോട്ട് ചെയ്യണമെന്നുണ്ടോ? അപ്പൊ റിയാലിറ്റി ഷോ പോലെ അല്ല രാഷ്ട്രീയം എന്നാണ് തന്നെ പറയുന്നത്. അപ്പൊ അതിലിപ്പോ രാഷ്ട്രീയത്തിൽ PR വർക്ക് ചെയ്താൽ ജയിക്കാൻ സാധ്യതയുണ്ടോ ഇവിടെ ഈ നാട്ടിൽ? നമ്മുടെ ഇല്ല, ജയിക്കാനിപ്പോ ജയിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ്. അപ്പൊ അദ്ദേഹം പുതിയൊരാളാണ്. അപ്പൊ അങ്ങനെ ഒരാളായതുകൊണ്ട് ചിലപ്പോ പുതിയ ആളായത് ഇവിടെ ആളുകളായിട്ട് അധികം ഇത് ബന്ധമില്ലല്ലോ. ജനങ്ങളായിട്ട് ഇവിടെ ആദ്യമായിട്ട് നിൽക്കുന്ന ആളുമാണ്. അതെ. പിന്നെ കണ്ടകളെ TV-യുടെ പരിപാടി മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ലാണ്ട് അയാളുടെ ഞങ്ങൾക്ക് യാതൊരു അറിവില്ല. പുതിയൊരു അറിവ് വേണ്ടേ? ചേട്ടൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാൽ മതി, ആള് ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത്. പറയാനല്ലോ, നമുക്ക് രാഷ്ട്രീയമല്ലേ. അല്ല, ചിലപ്പോ ജയിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ട് അവരിഷ്ടമുള്ള ആളുകൾ ഉണ്ടാവും. അങ്ങനെ കുറവാണ്. പിന്നെ ഇവിടെ ആരെ ജയിക്കണം? അപ്പൊ അഖില് ആള് ജയിക്കുകയല്ല. മൊത്തം കിട്ടുന്ന ഈ കോൺഗ്രസ്സുകാർക്കല്ലാണ്ട് ഇവിടെ ഉമാത്തോമല്ലാണ്ട് ഈ മണ്ഡലം ആർക്കും കിട്ടൂല. അപ്പൊ ആൾക്ക് ആരും വോട്ട് ചെയ്യില്ലെന്ന് തന്നെയാണ് പറയുന്നത്? അതോ ആളെ ഇഷ്ടപ്പെടുന്നവർ വോട്ട് ചെയ്യും, അല്ലാത്തവര് ഗ്ലാമർ നോക്കിയാണ് വോട്ട് ചെയ്യണത്. ഓരോരുത്തരുടെ മൗലികാവകാശം നോക്കി വോട്ട് ചെയ്യും. അപ്പൊ ഇവിടെ കുത്തക സീറ്റാണ് കോൺഗ്രസിന്റെ. ആ കുത്തക സീറ്റ് കോൺഗ്രസ് ഇതിന്റെ ക്രിസ്ത്യൻസിന്റെ മുസ്ലിംസിന്റെ ആണ്. അത് അവര് ഇഷ്ടപ്പെട്ട ഇത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിന് വോട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. പുള്ളിയും ജയിക്കൂല, LDF-ന്റെയും ജയിക്കൂല, അത് ഉറപ്പാണ്. വേറെ ആര് വന്നാലും അതും ജയിക്കൂല. അഖിൽമാരാറാ ഇപ്പൊ എങ്ങനെയെന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. നോക്കാം.